എല്ലാവർക്കും രശ്മീസ് കറി വേൾഡിലേക്ക് സ്വാഗതം. സാധാരണ നമ്മൾ അടുക്കളയിൽ ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള സ്ക്രബ്ബറുകൾ എന്താ ചെയ്യാറ്? വലിച്ചെറിഞ്ഞ് കളയാറാണ് പതിവ് അല്ലേ? ഇനി മുതൽ വലിച്ചെറിഞ്ഞ് കളയാനായിട്ട് വരട്ടെ. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പാഴായ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഇഞ്ചിയുടെ തോല് എങ്ങനെ നിമിഷ നേരം കൊണ്ട് കളഞ്ഞെടുക്കാമെന്നുള്ളതാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ഇഞ്ചി നമുക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലൊരു ബേസിനിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്കൊരു 10 മിനിറ്റ് നേരം ഇട്ട് വെക്കാം. ഇങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഞ്ചിയുടെ തോല് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. മാത്രമല്ല കേട്ടോ, നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ടതിന് ശേഷമാണ് ഇഞ്ചിയുടെ തോല് കളയാനെടുക്കുന്നതെങ്കിൽ ഇഞ്ചി അരിയുമ്പോഴുള്ള കൈയുടെ നീറ്റലൊന്നും ഉണ്ടാവുകയില്ല. പ്രത്യേകിച്ചും തുടക്കക്കാർക്കൊക്കെ ഇഞ്ചി അരിയുമ്പം നല്ലതുപോലെ കൈക്ക് നീറ്റിലൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം നമുക്കിനി ഇഞ്ചിയുടെ തോല് കത്തിയൊന്നും ഉപയോഗിക്കാണ്ട് പെട്ടെന്ന് കളയുന്ന ടിപ്പുകൾ നോക്കാം. ആദ്യത്തെ ടിപ്പ് വന്നിട്ട് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ്. ഇതുപോലെ നല്ല ഷാർപ്പായിട്ട് എഡ്ജസ് ഉള്ള ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് നിമിഷ നേരം കൊണ്ട് എത്ര കിലോ ഇഞ്ചി വേണമെങ്കിലും നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. കൂടുതലും നമ്മളിങ്ങനെ ഇഞ്ചി ഒരുപാട് തോല് കളഞ്ഞെടുക്കേണ്ടതായിട്ട് വരുന്നത് ഒന്നുകിലും നമ്മുടെ വീട്ടിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കുന്ന ടൈമിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി ഉപയോഗിച്ചിട്ടുള്ള അച്ചാറോ, അതല്ലാന്നുണ്ടെങ്കിൽ പുളിയിഞ്ചിയൊക്കെ വെക്കുന്ന ടൈമിൽ കുറച്ചധികം ഇഞ്ചി നമുക്ക് ഇങ്ങനെ തോല് കളഞ്ഞെടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഇതുപോലെ എളുപ്പത്തിലുള്ള കുറച്ച് ടിപ്പുകളൊക്കെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കള പണി പെട്ടെന്ന് കഴിയും. അപ്പം ടിപ്പുകളൊക്കെ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതി ഏതാണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. മാത്രമല്ല, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാനായിട്ട് മറക്കില്ലല്ലോ. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ രീതി ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തെ രീതി ഇതുപോലെ ഒരു പീലർ ഉപയോഗിച്ചിട്ട് ഇഞ്ചി ക്ലീൻ ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ വീട്ടിൽ ഉരുളക്കിഴങ്ങൊക്കെ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്ക് പീലർ ഉപയോഗിച്ചിട്ട് ഇഞ്ചി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. പക്ഷേ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ തുടക്കക്കാർക്കൊക്കെ ഇഞ്ചിയുടെ ഇടയിൽ വരുന്ന ഒരു മണ്ണും അഴുക്കും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതൊന്ന് ഒടിച്ചതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ഒരു രീതിയിൽ ഇഞ്ചി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് മൂന്നാമത്തെ രീതി നോക്കാം. അധികമാരും ചെയ്ത് കണ്ടിട്ടില്ലാത്തതാണ്. മൂന്നാമത്തെ മാത്രമല്ല, നാലാമത്തതും അധികമാരും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിത് ഇതുപോലൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് മൂന്നാമത്തെ രീതിയിൽ ഇഞ്ചി ക്ലീൻ ചെയ്തെടുക്കുന്നത്. ബ്രഷിൻ്റെ പിറകു വശത്ത് ഒരു പരിവരിപ്പുള്ളൊരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ടങ് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഭാഗം വെച്ചിട്ട് ഇതുപോലെ ഇഞ്ചി നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഈ ഒരു രീതിയിൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ കയ്യിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അവർ നല്ലതുപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു സമയം കൊണ്ട് ബാക്കി പണികളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് കഴിയും. ഈ ഒരു രീതിയിൽ ഇഞ്ചി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ. പേഴ്സണലി എനിക്ക് ഈ ഒരു ടിപ്പാണ് വളരെ ഇഷ്ടമായിട്ടുള്ളത്. ഒട്ടും തന്നെ ഇഞ്ചി നമുക്ക് നഷ്ടപ്പെടുകയില്ല. ഈ ഒരു രീതിയിൽ മാത്രമല്ല, നമ്മൾ ആദ്യം സ്പൂൺ ഉപയോഗിച്ച് ചെയ്തില്ലേ, അങ്ങനെ ചെയ്തെടുത്താലും നമുക്ക് ഇഞ്ചി ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് നാലാമത്തെ രീതിയിൽ എങ്ങനെയാണ് ഇഞ്ചി ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടാണ് ഇഞ്ചി ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ നമ്മുടെ കംഫർട്ടിൻ്റെ കുപ്പിയുടെ അടപ്പുണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മൾ ഉപയോഗിച്ച് കളഞ്ഞിട്ടുള്ള ഒരു സ്ക്രബ്ബറും നമുക്ക് വേണം. ഇനി ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇഞ്ചിയുടെ തോല് കളഞ്ഞെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഉപയോഗിച്ചിട്ട് നമ്മൾ വേണ്ടാതെ കളയുന്ന ഈ ഒരു സ്ക്രബ്ബർ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പം നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഇഞ്ചി ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലൊരു പപ്പടം കുത്തി ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ എടുത്ത ആ കംഫർട്ടിൻ്റെ കുപ്പിയുടെ അടപ്പിൽ ഇങ്ങനെയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്കിത് ഇതുപോലെ ഒരു ടൊയിൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ സ്ക്രബ്ബറിനുള്ളിലൂടെ ഇങ്ങനെയൊന്ന് കയറ്റി ഇറക്കിയെടുക്കണം. നമ്മൾ ഈ ഒരു സ്ക്രബ്ബർ ആ ഒരു കുപ്പിയുടെ അടപ്പിൽ നല്ലതുപോലെ ടൈറ്റായിട്ട് കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു ടൊയിനിൻ്റെ രണ്ട് വശവുമുണ്ടല്ലോ, അത് ഈ ഒരു ഹോളിലൂടെ കയറ്റി പുറത്തെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കെട്ടിയെടുക്കണം. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു സ്ക്രബ്ബർ കുപ്പിയുടെ അടപ്പിനുള്ളിലേക്ക് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ ആ ഒരു ടോയ് നല്ലതുപോലെ ടൈറ്റായിട്ട് കെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അത് ഉപയോഗിച്ചിട്ട് ഇഞ്ചി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും.
നമ്മളെടുത്ത ആ ടോയിനിൻ്റെ മുകൾ ഭാഗം കെട്ടുന്ന ടൈമിൽ നമ്മുടെ ഒരു കൈ അതിനുള്ളിലേക്ക് ഇറക്കത്തക്ക രീതിയിൽ സ്പേസ് വിട്ടിട്ട് വേണം കെട്ടിയെടുക്കാനായിട്ട്. അങ്ങനെ വരുമ്പോഴുണ്ടല്ലോ നമുക്ക് അതിലൂടെ കൈ ഇട്ടിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇഞ്ചി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. ഞാനൊരു കുറച്ച് സ്പേസ് അവിടെ ഇട്ടിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഇങ്ങനെ കൈ ഇട്ടതിന് ശേഷം ഇത് നല്ലതുപോലെ പിടിച്ചിട്ട് ഇഞ്ചിയുടെ തോല് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ചിലരെങ്കിലും ഈ ഒരു ടിപ്പ് കാണുമ്പോൾ കമൻ്റ് ഇടാൻ ചാൻസ് ഉണ്ട്, നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള സ്ക്രബ്ബറല്ലേ, അണുക്കളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഇല്ലേ എന്നൊക്കെ. പക്ഷേ ഞാനിത് ചൂടുവെള്ളത്തിലിട്ട് ഡെറ്റോൾ ഉപയോഗിച്ച് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു സ്ക്രബ്ബർ ഉപയോഗിക്കുന്നത്. മാത്രവുമല്ല നമുക്ക് ഒരുപാട് ഇഞ്ചി ക്ലീൻ ചെയ്യേണ്ട ടൈമിൽ ഈ ഒരു ടിപ്പ് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. ആ സമയത്ത് നമുക്ക് സ്പൂൺ ഉപയോഗിച്ചോ അതല്ലാന്നുണ്ടെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ടോ ഒക്കെ ഇഞ്ചി ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് സമയം ആവശ്യമായിട്ട് വരാറുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്ര കിലോ ഇഞ്ചി വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്ത 4 ടിപ്പിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കില്ലല്ലോ. ഇനി നമുക്ക് ക്ലീൻ ചെയ്തെടുത്ത ഇഞ്ചി കുറച്ചധിക കാലം എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത ഇഞ്ചി ഒരു ടിഷ്യൂ പേപ്പറോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ ടവലോ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കണം. അതിനുശേഷം ഇതുപോലെ നല്ല എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ വേണം നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട്. സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിലാണ് നമ്മൾ ഇഞ്ചി വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുമ്പം ഇഞ്ചിയിലുള്ള അധികമായിട്ടുള്ള വെള്ളമൊക്കെ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തുകൊള്ളും. ഇതൊക്കെ നമ്മൾ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നതാണ്. പക്ഷേ തുടക്കക്കാർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഞാൻ സാധാരണ ഇഞ്ചി സ്റ്റോർ ചെയ്യുന്നത് ലെയറായിട്ടാണ്. ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ വീണ്ടും ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിന് മുകളിൽ വീണ്ടും അടുത്ത ലെയർ ഇഞ്ചി വെച്ച് കൊടുക്കും. ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ കുറേ അധിക കാലം ഇഞ്ചി കേടാവാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും. എപ്പോഴും എൻ്റെ ഫ്രിഡ്ജിലുള്ള ഒരു ഐറ്റമാണ് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇഞ്ചി. കാരണം ഞങ്ങളിവിടെ എല്ലാവർക്കും ഇഞ്ചി ചായ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ ഇഞ്ചി സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അതും വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നൊരു ശീലമാണ് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. രണ്ടാമത്തെ രീതിയിൽ ഇതുപോലെയുള്ള ഗ്ലാസിൻ്റെ ബൗളോ അതല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ ബോട്ടിലോ എടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആ ഒരു ഇഞ്ചി മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധിക കാലം ഇഞ്ചി കേടാകാതെ ഫ്രഷ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായി. ഇഞ്ചി ക്ലീൻ ചെയ്യുന്നതും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്നതുമായിട്ടുള്ള ടിപ്പുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും ഉപകാരപ്രദമായി എന്നുമാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം. ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രം പോരാ, ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഇതുപോലെയുള്ള കിടിലൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉപയോഗിച്ചിട്ട് കളയുന്ന സ്ക്രബ്ബർ കൊണ്ട് അടിപൊളിയായിട്ടുള്ള ടിപ്പുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.